ഓക്കെ, അപ്പോൾ നമുക്ക് അസൂയ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരാളെ നമ്മൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിലീജിയസ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളപ്പോൾ പോസിറ്റീവ് വിചാരിക്കുന്നു. ദൈവമാണല്ലോ വിചാരിച്ചത്, അപ്പോൾ ദൈവം തന്നതാണെങ്കിൽ പിന്നെ നമുക്കും കിട്ടുമല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുക, അപ്പം നമുക്കും കിട്ടും. ഇനി എല്ലാ റിലീജിയസ് ബിലീഫ് അല്ലാത്തവരാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. നമ്മൾ വിചാരിക്കുക, ഓക്കെ, അവൻ എലിജിബിലിറ്റി ഇത് കിട്ടാൻ, അവൻ എൻ്റെ അതേ എഡ്യൂക്കേഷൻ, അവൻ എൻ്റെ അതേ സാമ്പത്തിക നില, അവന് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടും. പിന്നെ ചില ആളുകളുണ്ട്, അറിയാമല്ലോ, 3 days 3 months ചെറിയ ടൈം കൊണ്ടിട്ട് എനിക്ക് പൈസ ഉണ്ടായി ഷോ കാണിക്കുന്ന ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളവരെ കോപ്പി ചെയ്യാതിരിക്കുക. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ വിട്ടയക്കുക, നെഗ്ലക്റ്റ്. അതായത് അവരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനോ അതുപോലെ ആവാനോ നോക്കരുത്. നമ്മളും റൂട്ട് മാറിപ്പോകും. ഓക്കെ, നമുക്ക് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് കാര്യം ഞാൻ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ പലരും ദൈവവിശ്വാസികളാണ്, അല്ലേ? ഓരോ ഫെയ്ത്താണ്. നമ്മൾ എന്താ വിചാരിക്കുന്നത് പലപ്പോഴും? ഓക്കെ, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളത് ചെയ്യുന്ന ദൈവത്തിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈ മൂട്ടയിലത്രയുള്ള മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്താ ആവശ്യം? ഒന്നുമില്ല. ദൈവത്തിനൊന്നും ആവശ്യമില്ല, നമുക്കാണ് ദൈവത്തിനെ കൊണ്ട് ആവശ്യം. ഓക്കെ, നമ്മൾ 2 കാലിൽ നിൽക്കുന്ന മനുഷ്യൻ. ഈ 2 കാലുള്ള മനുഷ്യൻ നമ്മുടെ ചുറ്റിനുമുള്ള ഫാമിലിയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, സൊസൈറ്റിയെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആലോചിക്കേണ്ടത്, ദൈവമാണ് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവമാണ് ഫാമിലിയും സൊസൈറ്റിയും, സൊസൈറ്റിയുടെ മുകളിലുള്ള കൺട്രിയും, കൺട്രിയുടെ മുകളിലുള്ള പ്ലാനറ്റിന് മുകളിലുള്ള സോളാർ സിസ്റ്റത്തിന് മുകളിലുള്ള യൂണിവേഴ്സിന് മുകളിലുള്ള മിൽക്കി വേയും, ഈ മിൽക്കി വേവ്സിനൊക്കെ മുകളിലുള്ള സാധനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന് നമ്മുടെ എന്താവശ്യമാണ്? ഇത് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഇത്രയും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ദൈവം ഈ ഒരു വ്യക്തിക്ക് അത് കൊടുത്തെങ്കിൽ നമുക്കും തരും. അത്രയ്ക്ക് പവർ ഉണ്ടല്ലോ, അല്ലേ? സിമ്പിൾ. ഇതാണ് റിലീജിയസ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കൂളാവും. അസൂയ അങ്ങ് വിടും. അസൂയ വേണം. പിന്നെ ചിലരുണ്ട്, അസൂയ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂടോത്രത്തിനും അല്ലെങ്കിൽ മുസ്ലിംസിന്റെ സിഹർ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിന് വേണ്ടി പോകും. അയ്യോ, അത് അതിനേക്കാളും കഷ്ടമാണ്, ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. ഓക്കെ, അതിനും സയൻസ് ഉണ്ട്. അത് ചെയ്ത് പലരും നശിക്കാറുണ്ട്. ഓക്കെ, ചെയ്യരുത്. നമ്മളെപ്പോലുള്ളൊരു മനുഷ്യന്റെ അപ്പുറത്തും, അല്ലേ? അവൻ എമ്മാടത്തിനും കാണിച്ചെങ്കിൽ നിയമത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് വിട്ടുകൊടുക്കുക. പോയി നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു പണിയാണ് നമ്മൾ പോയി ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് ചെയ്യും. ഈ മാജിക് ചെയ്ത അവസാനം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയ ലോകത്തേക്കാളും കൂടുതൽ മനസ്സിലാക്കാത്ത ലോകമാണ്. ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രൂഫൊന്നുമില്ല, ബട്ട് എനിക്കും പലർക്കും ഒക്കെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവും, അല്ലേ? കൂടോത്രം ചിലപ്പോൾ മുട്ടയിൽ കൂടോത്രമായിരിക്കും, ചിലപ്പോൾ തേങ്ങയിൽ കൂടോത്രമായിരിക്കും, കോഴി കൂടോത്രമായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി സൂപ്പർമാനിലോ ചന്ദ്രയിലോ ലോകയിലോ ഉള്ള കൂടോത്രമായിരിക്കും. വളവായിട്ട് മേ ബി ചാത്തൻ സേവ എന്നൊക്കെ പറയും, അല്ലേ? ചാത്തൻ എന്ന് പറഞ്ഞാൽ ടൊവിനോ എന്നെ അടിച്ചിട്ട് പോകുമെന്ന് അറിയത്തില്ല. ആ ചാത്തനല്ല, ആ ചാത്തൻ തന്നെയാണ്, പക്ഷെ ചാത്തന്റെ വേറൊരു രൂപം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നമ്മൾ എന്തിനാ നമ്മുടെ ചുറ്റിനുള്ള മനുഷ്യനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്? ജസ്റ്റ് ഒറ്റ കാര്യം ചെയ്താൽ മതി. അസൂയ ഉണ്ടായോ, നേരെ ചിലവനെ കെട്ടിപ്പിടിക്കുക. അവന് സ്വന്തമായിട്ട് തോന്നും, അയ്യേ, ഞാൻ ഈ ജാട കാണിച്ചുകൊണ്ട് എവനൊന്നും തോന്നിയില്ലേ. പിന്നെ അവൻ ചിലപ്പോൾ ജാട കാണിക്കത്തേ ഇല്ല നമ്മുടെ മുമ്പിൽ. ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഓ, ഞാൻ അവനെ പോയി കെട്ടിപ്പിടിച്ച്, അവന് സ്വന്തമായിട്ട് തോന്നിയല്ലോ, ഒന്നുമല്ല, എനിക്കൊന്നും തോന്നിയില്ല. അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോസിറ്റീവ് ആവും. അപ്പോൾ ടോപ്പിക് ഒന്നേ ഉള്ളായിരുന്നു, ബി പോസിറ്റീവ്. അസൂയ പോസിറ്റീവ് എനർജിയാണ്. അതിൻ്റെ നെഗറ്റീവ് കൂടെ ചേർന്നൊരു സാധനം വരുന്നുണ്ട്, അത് നമ്മൾ തട്ടിയും കളയുക. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ട് ആലോചിക്കുക, അവന് നല്ലത് വരട്ടെ, നമുക്ക് നല്ലത് വരട്ടെ എന്ന് ആലോചിക്കുക, പ്രവർത്തിക്കുക. വർക്ക് ടുവേർഡ്സ് making ourselves happy, making ourselves better humans in the world. Thank you for watching Civic IQ by Haro.